ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് മറ്റൊന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാ ആളുകളും നമ്മുടെ പാർട്ട്ണറുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലേ? പക്ഷേ ഓരോന്നും ഓരോ രീതിയിലാണ്, അതായത് പലരിലും ഡിഫറെൻ്റ് ആണ്. സോ ഒരു 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതിലേതാണ് എന്ന് നോക്കുക, അതായത് ഇതിലേതിൽ നിങ്ങൾ പെടും എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഏതൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇവരുടെ പാർട്ട്ണറെ ഇവർ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും, നല്ല വിശ്വാസം ഉണ്ടായിരിക്കും പാർട്ട്ണറുടെ അടുത്ത്. എല്ലാം അവരുടെ എല്ലാ ഫീലിങ്സും അവർ തുറന്ന് തന്നെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ചില ആളുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല, പക്ഷെ ഇവരങ്ങനെ നല്ല കേട്ടോ. സ്നേഹമായാലും സങ്കടമായാലും ദേഷ്യമായാലും എല്ലാം തുറന്ന് പ്രകടിപ്പിക്കും. ബിക്കോസ് ഇവർക്കറിയാം എന്ത് വേണമെങ്കിലും തനിക്ക് തൻ്റെ റിലേഷൻഷിപ്പിൽ കാണിക്കാം. അതായത് തൻ്റെ ഉള്ളിലുള്ളത് എന്താണോ, താൻ എന്താണോ അത് ഈ റിലേഷൻഷിപ്പിൽ തുറന്ന് കാണിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഓൾറെഡി ആൾക്കറിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ആളെല്ലാ കാര്യങ്ങളും തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് സെക്യൂർ അറ്റാച്ച്മെന്റിലാണ് പെടുന്നത്. അതായത് ഇവർക്ക് ഇവരുടെ പാർട്ട്ണറെ നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവർക്കിട്ട് ഒരു പാരവയ്ക്കാണ്, അതായത് ഇവരുടെ അടുത്ത് പറയാണ് നിന്റെ പാർട്ട്ണർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിലും ഇവരത് വിശ്വസിക്കില്ല. ബിക്കോസ് ഇവർക്ക് ഇവരുടെ പാർട്ട്ണറെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും പോവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് തന്നെ തോന്നണം ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നുള്ളത് ഇവർക്ക് തന്നെ തോന്നണം. അതല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറെ ഒരിക്കലും സംശയിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സെക്യൂർ അറ്റാച്ച്മെന്റിലാണ് അവർ പെടുന്നത്. രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇവിടെ ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതായത് തൻ്റെ പാർട്ട്ണർ തന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമോ, ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ ഇങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, ഓവർ തിങ്കിങ് ഇവർക്ക് വരും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും, എൻ്റെ പാർട്ട്ണർ ഇപ്പം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എൻ്റെ പാർട്ട്ണർ നല്ലതായിട്ട് പറയേണ്ടാവുക, നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെ എന്താണോ വിളിക്കുന്നത് ആ ഒരു സംഭവം. അപ്പോൾ അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമോ, എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം വേറൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഇവരൊരു മെസ്സേജ് അയച്ചോ എന്ന് വിചാരിക്കാം, എന്നിട്ട് ഇവർക്ക് റിപ്ലൈ കിട്ടുന്നില്ല, ഭയങ്കര വൈകിട്ടാണ്, ഡിലേ റിപ്ലൈ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഓവർ തിങ്ക് ചെയ്ത് അയ്യോ എന്തായിരിക്കും എനിക്ക് റിപ്ലൈ തരാത്തത്, ഇത്ര വലിയ തിരക്കൊക്കെ ഉണ്ടായിരിക്കുമോ, എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. ഇനി അഥവാ ഓൺലൈനിൽ കയറിയിട്ട് റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർന്നു, വേറെ ഒന്നുമില്ല. അവരവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. ഇനിയിപ്പോൾ ഓൺലൈനിൽ കയറുന്നുണ്ടല്ലോ, അപ്പോൾ വേറെ ആർക്ക് മെസ്സേജ് അയക്കാനൊക്കെ കയറുന്നുണ്ടായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുള്ളതാണ്. ശരിക്കും ആവശ്യമില്ല, പക്ഷെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ആൻഷ്യസ് അറ്റാച്ച്മെന്റിൽ പെടുന്നവർ. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ എന്നുള്ളത് നോക്കുക. ഇത് നോർമലി ചില ആളുകൾ ഇങ്ങനെയാണ്, അത് അവരുടെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഇങ്ങനെയാണ് സൈക്കോളജിക്കലി ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിൽ ചില ആളുകൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഇവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. ഇതൊരിക്കലും പാർട്ട്ണറോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. സ്നേഹമുണ്ട്, സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് സ്നേഹക്കുറവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ പെടുന്ന ആളുകളിൽ കാണാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല, ക്ലോസ് ആവാൻ ഭയങ്കര പേടി അവർക്ക്. അതായത് ഇട്ടിട്ട് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരിക്കില്ലേ ചിലർക്ക്. സ്നേഹം നമ്മൾ കൂടുതലായിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരിട്ടിട്ട് പോകുമോ, ഇങ്ങനെയൊക്കെ പേടിയുണ്ട്. ഉള്ളിലുള്ള സ്നേഹം പോലും കാണിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറേ പേര് നമ്മൾ കാണാറുണ്ട്. കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് പോലും പറയാറുണ്ട്, എൻ്റെ പാർട്ട്ണർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ട്, എനിക്കെല്ലാം വാങ്ങി തരുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് കുറേ പേര് പറയാറുണ്ട്. അത് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ശരിക്കും നിങ്ങളെപ്പോലെ ആവണം എന്നില്ല അവർ. നിങ്ങൾ ചിലപ്പോൾ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കുന്ന, എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ അവരങ്ങനെ ആവണമെന്നില്ല. ബിക്കോസ് അവർ മേ ബി ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കാം. അതായത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ പെടുന്ന ആളുകളായിരിക്കാം. ഇവർക്ക് പേടി കൂടുതലാണ് നിങ്ങൾ ഇട്ടിട്ട് പോകുമോ എന്നുള്ളത്. സ്നേഹം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാവും. അതായത് ഇവർ മനസ്സിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല, പെർമനന്റ് അല്ല എന്നുള്ളത് ഇവർ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ആ രീതിയിലാണ് ഇവര് നമ്മളോട് സംസാരിക്കും, പെരുമാറുകയൊക്കെ ചെയ്യുക. ബിക്കോസ് ഇവർക്ക് പേടിയുണ്ട്, പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനൊരു പേടി അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചിന്താഗതി എപ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.
അതും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പേടി കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. മേ ബി ഇവർക്ക് റൊമാൻസ് ഒക്കെ ഭയങ്കര പേടിയായിരിക്കും. അതായത് പേടി എന്നല്ല, റൊമാൻസ് ഒന്നും വലിയ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, റൊമാൻറ്റിക് ആയിക്കൊള്ളണം എന്നില്ല പേഴ്സൺ. അത് ആളുടെ ഉള്ളിൽ റൊമാൻസ് ഇല്ലാത്തത് കൊണ്ടോ റൊമാൻറ്റിക് ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നും അല്ല. പക്ഷേ ആൾക്ക് റൊമാൻറ്റിക് ആവാൻ പേടിയുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതും സ്നേഹക്കുറവല്ല, മേ ബി ആളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പേഴ്സൺ ആവുക, ഒരു പാർട്ട്ണർ ആവുക എന്നുള്ളതൊക്കെ ആളുടെ സ്വപ്നങ്ങളിൽ ഉള്ളതായിരിക്കാം. അതായത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് തന്നെ ആൾക്ക് അതിന് കഴിയില്ല എന്നുള്ളതാണ്. ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും അതിന് മേ ബി കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ അവർ ഇതിന് തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അവോയ്ഡഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ വരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ കാണാൻ പറ്റും. ഒന്നും വലിയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യില്ല, സ്നേഹമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യില്ല. ബിക്കോസ് അവർക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, എന്തും അധികമായി കിട്ടിക്കഴിഞ്ഞാൽ അമിതമായാൽ അമൃതം വിഷാണെന്നുള്ളതൊക്കെ ആ സെയിം കാര്യം തന്നെയാണ്. അമിതമായിട്ട് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും എന്നൊരു ചിന്ത അവരിലുണ്ടായിരിക്കും. അപ്പൊ അത്തരം ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. നാലാമത്തെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഫിയർഫുൾ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. അപ്പൊ ഇതിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേടി ഇവർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ഇവർക്ക് എന്തിനാണ് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഹേർട്ട് ചെയ്യപ്പെട്ടാലോ എന്നൊരു പേടിയുണ്ട്. അതായത് ഇവർക്ക് ലവ് വേണം, ഇവർക്ക് സ്നേഹം വേണം, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഹേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. ഈ ഒരു പേടിയാണ് ഇവർക്ക് ഉണ്ടാവുക. സോ മിക്സഡ് സിഗ്നൽസ് ആണ് ഇവരിൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇടയ്ക്ക് ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊന്നും അല്ലാന്ന് തോന്നും. എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ആളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. സ്നേഹമുണ്ട് എന്നാൽ നെക്സ്റ്റ് സെക്കൻഡിൽ ആള് ചിലപ്പോൾ ചേഞ്ച് ആവുന്നുണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടി ആളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഞാൻ സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നത് നല്ല രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിലോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് വേറൊരു പേഴ്സൺ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഇനിയിപ്പോ ഓക്കെ, നിങ്ങളെ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവരുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവും, ഞാൻ പോയി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ എന്നെ റിജക്റ്റ് ചെയ്താലോ, പക്ഷെ എനിക്ക് ആളുടെ കൂടെ ജീവിക്കണം, എനിക്ക് ആളെ പ്രണയിക്കണം, അവൾ എന്നെയും അല്ലെങ്കിൽ അവൻ എന്നെയും പ്രണയിക്കണം, പക്ഷെ എനിക്ക് പറയാൻ പേടിയാണ്. ബിക്കോസ് എന്തെങ്കിലും രീതിയിൽ എന്നോട് തിരിച്ച് പ്രതികരിക്കുന്നത് മോശമാണെങ്കിൽ, നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഹേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു പേടിയുണ്ട്. മേ ബി പ്രപ്പോസ് ചെയ്യാനായിട്ട് പേടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ. അപ്പൊ ഇപ്പൊ ഇത് കാണുന്ന കുറേ പേര് ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പൊ ആ ഒരു പേടി കൊണ്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് മടി കാണിച്ച് പോവാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആ സെയിം രീതി തന്നെ ഇവിടെയും വരുന്നത്. ഇവർക്കും പേടിയാണ്, എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് കുറച്ച് ഒക്കെ ബാക്കിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള നല്ലൊരു അറ്റാച്ച്മെന്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ഈ ഒരു 4 ശരിക്കും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസിൽ വരുന്നത്. സൈക്കോളജി പരമായിട്ട് ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഏതിൽ പെടുന്നു എന്നുള്ളത് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഇല്ല, അത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, അത് വളരെ നല്ലതാണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഓഫ്കോഴ്സ് അങ്ങനെയാണോ വേണ്ടത്, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക, നമ്മളുടെ മനസ്സിലുള്ള ഫീൽ എന്താണോ അത് തുറന്ന് എക്സ്പ്രസ് ചെയ്യുക. അതാണ് രണ്ടുപേരും, അവിടെയാണ് സെക്യൂർ ആയിരിക്കുക, അവിടെയാണ് സ്നേഹം കൂടുതലാവുക. അതാവുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും, പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ 2, 3, 4 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, മേ ബി അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, പക്ഷെ അവരുടെ പാർട്ട്ണർ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ആൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബിക്കോസ് അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്നേഹം ആയിരിക്കില്ല. സ്നേഹം പ്രകടമായിട്ട് തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലല്ലോ, മിക്കവരും അങ്ങനെ വിചാരിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ കിട്ടിക്കൊള്ളും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ 2, 3, 4 കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂർ അറ്റാച്ച്മെന്റിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതാണ്. പക്ഷേ അതിന് ചിലപ്പോൾ ടൈം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് വെച്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. സോ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, ഏത് രീതിയിലേക്ക് വരണം, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഉത്തരങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കാണുക, എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുന്നേ തന്നെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് പറയുക.
അത് എങ്ങനെ പരിഹരിക്കാം, നല്ല രീതിയിൽ എങ്ങനെ പരിഹരിക്കാം, ഒരു ബെറ്റർ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. സോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്